ചില പത്രവാർത്തകളിലേക്ക് കൂടെ പോകാം. പ്രധാനമായുമുള്ള വാർത്തകളൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്നലെ നൽകിയ നമ്മൾ പല വാർത്തകളും തന്നെയാണ് മിക്ക പത്രങ്ങളുടെയും പ്രധാന പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതല്ലാതെ ശ്രദ്ധിക്കപ്പെട്ട ചില വാർത്തകളിലേക്കും കൂടെ പോവുകയാണ്. ദേശാഭിമാനിയാണ് ആദ്യം നോക്കിയ പത്രം. അതിൽ കണ്ടൊരു വാർത്ത പെട്ടെന്ന് തന്നെ കണ്ണുടക്കി കേട്ടോ. കാരണം കടുത്ത ചൂട് തുടരുന്നുണ്ട്, പക്ഷേ വേനൽ മഴയ്ക്ക് സാധ്യത എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു കുളിർമ, അതുകൊണ്ട് നോക്കി. ചൊവ്വ വയനാട് ജില്ലയിലും ബുധൻ മലപ്പുറം ജില്ലയിലും മഞ്ഞ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കള്ളക്കടൽ പ്രതിഭാസം തുടരും തുടങ്ങിയ വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ പോലും തിങ്കൾ വരെ ഉയർന്ന കാലാവസ്ഥയുണ്ടാകും. പക്ഷേ നേരിയ ആശ്വാസമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശനിയാഴ്ച മഴ ഉണ്ടാകും. ചൊവ്വ മുതൽ കൂടുതൽ പ്രദേശങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്നുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു സത്യം പറഞ്ഞാൽ മനസ്സിനൊരു കുളിർമ തോന്നി. വേനൽ മഴ കിട്ടുമോ, ഒറ്റപ്പെട്ട സ്ഥലം ഇവിടെ ആവണേ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്ന് സുപ്രഭാതത്തിലാണ്. നവകേരള ബസ് ബംഗളൂരു സർവീസ് എന്ന് തുടങ്ങുക. നമ്മൾ നോക്കിക്കഴിഞ്ഞ വാർത്തയാണ്. അതിൽ ടിക്കറ്റിന് വലിയ ഡിമാൻഡാണ് എന്ന് കൂടെ പറയുന്നുണ്ട്. എന്തായാലും പ്രതിദിന സർവീസ് തുടങ്ങുകയാണ്. ടിക്കറ്റിന് വൻ ഡിമാൻഡാണുള്ളത്. ബുക്കിംഗ് തുടങ്ങിയ മണിക്കൂറുകൾക്കകം മുഴുവൻ ടിക്കറ്റും വിറ്റുതീർന്നു. 26 സീറ്റുകളാണ് ബസ്സിലുള്ളത് എന്നൊക്കെയാണ് സുപ്രഭാതത്തിലെ വാർത്ത. ദീപികയിലെ വാർത്ത എന്ന് പറയുന്നത് SI ജോലി, ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ ഈ പോലീസ് സർവീസിലൊക്കെ കയറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ജോലിയായിരിക്കും SI പൊസിഷൻ കിട്ടുക എന്നുള്ളത്. പക്ഷേ SI ജോലിക്ക് പഴയ ഗ്ലാമർ ഇല്ല. ജോലി ഭാരം മൂലം ട്രെയിനികൾ ഉൾപ്പെടെ 40 SIമാർ ജോലി ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തയാണ് ദീപിക നൽകുന്നത്. അതായത് അമിത ജോലി ഭാരവും ലീവ് കിട്ടാൻ മേലുദ്യോഗസ്ഥൻ്റെ കാല് പിടിക്കേണ്ട അവസ്ഥയും വന്നതോടെ കേരള പോലീസിലെ 2020 ബാച്ച് മുതലുള്ള സബ് ഇൻസ്പെക്ടർമാരുടെ സബ് ഇൻസ്പെക്ടർമാർ ജോലി വിട്ടു പോകുന്നു എന്നുള്ളതാണ്. നിലവിൽ ട്രെയിനിങ് നടക്കുന്ന ബാച്ചിലെയും ഉൾപ്പെടെ 40ഓളം പേരാണ് ഇതിനകം ജോലി വിട്ടത്. ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടും അത് വിട്ടു പോകേണ്ടി വരുമ്പോൾ അത്രത്തോളം ടെൻഷനും പ്രഷറും ഒക്കെ ഉള്ളൊരു ജോലി ആയിരിക്കണം അത് എന്നുകൊണ്ടായിരിക്കണം. മറ്റൊന്ന് വടക്കേക്കാട് മംഗളത്തിലെ വാർത്തയാണ്. വടക്കേക്കാട് വീട്ടമ്മ കണ്ടത് പുലിയല്ല കാട്ടുപൂച്ചയെന്ന് ഫോറസ്റ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളൊക്കെ പുലിപ്പേടിയിൽ കഴിയുന്ന സമയം കൂടിയാണ്. അപ്പോൾ കാട്ടുപൂച്ചയെ കണ്ടപ്പോൾ പുലിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ ആ വീട്ടമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പേടിച്ചിട്ടായിരിക്കും. കാലടയാളമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ പുലിയുടേതാണെന്ന് തന്നെ കരുതി സംശയിച്ച് പേടിച്ചിരുന്നു. ഫോറസ്റ്റുകാർ വന്ന ശേഷം അത് പരിശോധിച്ച ശേഷം അത് കാട്ടുപൂച്ചയാണെന്ന് കണ്ടെത്തി. എന്തായാലും ആശ്വാസകരമാണ് കാട്ടുപൂച്ചയാണെന്ന് കണ്ടെത്തിയത്. കൗമുദിയിലൊരു വാർത്ത, ഈ മനുഷ്യരുടെ കാര്യം മാത്രമല്ല, ഈ വേനൽക്കാലം എന്ന് പറയുന്നത് അത് മൃഗങ്ങൾക്ക് കൂടി അതിദയനീയമായൊരു അവസ്ഥയിലൂടെയാണ് അവർ കൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 26 പശുക്കളും 3 എരുമകളും ചത്തു എന്നുള്ളതാണ്. കാരണം അവയെ കൂടെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല സാധാരണ കിളികളാണെങ്കിലും മറ്റ് നായകളൊക്കെ ആണെങ്കിലും സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ ആണെങ്കിലും അതിന് വെള്ളം കുടിക്കാനൊക്കെ ഒരു അവസരം നമ്മൾ വീടിൻ്റെ വശങ്ങളിലൊക്കെ വെള്ളം വെക്കണം എന്നൊക്കെ ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക. കാരണം നമ്മളെപ്പോലെ തന്നെ ജീവനുള്ള അവയാണ്. അതുകൊണ്ട് തന്നെ അവയും കൂടെ കുറച്ചുകൂടെ നമ്മൾ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. മറ്റൊന്ന് മനോരമയിലെ വാർത്തയാണ്. ഊട്ടിയിലേക്ക് ഇപ്പോൾ ധാരാളം ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഊട്ടിയിലും താപനില കൂടുതലാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തമ്മിൽ ഭേദം എന്ന നിലയിൽ വേനൽക്കാല അവധി ആയതുകൊണ്ട് ഊട്ടിയിലേക്ക് തന്നെയാണ് നമ്മൾ അധികം യാത്ര പോകുന്നത്. അപ്പോൾ ഊട്ടിയിലേക്ക് പാസ് നിർബന്ധമായിരുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ മുമ്പേ പത്രങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു. അതിലിപ്പോൾ മനോരമയിലെ വാർത്ത, എല്ലാ വാഹനങ്ങൾക്കും പാസ് ലഭിക്കും, ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പക്ഷേ പാസിന് നിബന്ധനകളില്ലെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. വരുന്ന വാഹനങ്ങൾക്കെല്ലാം പാസ് ലഭിക്കും, ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇതിന് ഫീസ് ഈടാക്കുകയില്ല. പാസ് ഉള്ളവർക്ക് മാത്രമേ ചെക്ക് പോസ്റ്റിൽ അനുമതി ലഭിക്കുകയുള്ളൂ എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മാതൃഭൂമിയൊരു വാർത്ത, ക്ഷയരോഗം 34% പോഷകാഹാരക്കുറവ് കൊണ്ടാണ് വരുന്നതെന്നാണ്. ക്ഷയരോഗത്തിൻ്റെ 34% പോഷകാഹാരക്കുറവ് കൊണ്ടെന്ന് പഠന റിപ്പോർട്ട്. തമിഴ്നാട് പൊതുജനാരോഗ്യ വകുപ്പിൻ്റെ ജേണലിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ക്ഷയരോഗവും പോഷകാഹാരക്കുറവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ പറയുന്ന വാർത്തകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പത്രവാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.